പെങ്ങളെ, എത്രയോ മരണം കാണുന്നവരാ. പടച്ചവനെ, സിനിമാ താരമായിരുന്ന നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും പടച്ചവനെ അവസാനവും അവൻ മരണത്തെ കുറിച്ച് ആരോ പറഞ്ഞത്. പലതും നമുക്ക് പഠിക്കാനുണ്ടോ. ജീവിതത്തിൽ എവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. വയത് പറയുന്ന ഞാൻ എൻ്റെ വീടെത്തുമെന്നുറപ്പില്ല, കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങൾ വീട് വെത്തെത്തുമെന്നുറപ്പില്ല. അതുകൊണ്ട് കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ആയുസം പിടിച്ചിട്ടാ ഞാനും നിങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ. ആകാശത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി ആകാശലോകത്ത് നിന്ന് 70,000 വരുന്ന ഒരു സൈന്യവുമായി അസ്റായിൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ ആ രംഗം മനോഹരമാക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നിന്നോട് പറയണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? വഅബ്സിറൂ ബിൽ ജന്ന, ഇതാണടാ സ്വർഗ്ഗം. കാണടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, കാണുമ്മമാരെ, വഅബ്സിറൂ ബിൽ ജന്ന. മലക്കുകൾ ഇങ്ങനെ സ്വർഗ്ഗം കാണിച്ചു തരികയാണ്. അവര് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയാ പരിശ്രമിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അവസാനം നന്നാക്കാനാ, അവസാനം മനോഹരമാക്കാനാ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ അവസാനം ഞാൻ പറയേണ്ടതില്ലടോ. നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോ എന്റെ മരണപ്പെട്ടു പോയ സഹോദരനുമായി ഒരു ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന്റെ സമയത്താണ് ശൈഖുനയെ കാണാമെന്നത്. ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടോ സഹോദരാ? ഇന്നും എന്റെ മനസ്സിൽ ഉസ്താദ് ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മഹാനാ സഹോദരാ, കണ്ടവരെ കുറിച്ച് അനുഭവം കുറിച്ച് പറയുകയാണ്. എന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവമാ ഞാൻ പറഞ്ഞത്. ആ ഉസ്താദിന്റെ മരണം നമുക്ക് സമ്മാനിച്ചത് വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു. അതേ വഴിയിലാണ് മക്കളും സഞ്ചരിക്കുന്നത്. അവർക്കൊന്നും വേണ്ടടോ, അവര് ദുനിയാവിന്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ലടോ. അവസാനം മനോഹരമാക്കണം, അവസാനം മനോഹരമാക്കണം. ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടാകണം. അതിനു വേണ്ടിയാണ് പടച്ചവന് 180ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഇന്നിവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇനി പെൺകുട്ടികൾക്കുള്ള സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. രോഗികളായി ആരുമില്ലാതെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുകയാണ്. അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അതിന്റെ ഒപ്പം കൂടണ്, നമ്മളും അതിന്റെ ഒപ്പം കൂടണ്. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ പേര് വിളിച്ചു പറയില്ല, ഫ്ലെക്സ് വെക്കില്ല, പരസ്യം ചെയ്യൂല, സ്റ്റേജിൽ ഇരുത്തൂല. എന്നാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ അത്തിപ്പറ്റ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാക്ക് പേപ്പട്ടിയെ പോലെ നീക്കി വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും മുടുതുണിയില്ലാതെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചെമ്പിന്റെ തറയിലാ ചെറുപ്പക്കാരാ, അതാ പെങ്ങളെ തലയുടെ ഒരു ചാട് മുകളിൽ കഥാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. സിറാജിന്റെ ഒരു ചാട് മുകളില്, എന്റെ തലയുടെ ഒരു ചാട് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. സിറാജ് പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ തല താഴ്ത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് മഹ്ശറ. അന്നൊരാളും ഉണ്ടാകില്ല ചെറുപ്പക്കാരാ. നഫ്സി നഫ്സി, എല്ലാവർക്കും ഒന്ന് സ്വന്തം കാര്യമാ.
യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും കരയുന്ന ദിവസമാണ് ബശറാ. പടച്ചവരേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. വാപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പറപ്പിന് വേണ്ട, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മക്കള് പടച്ചറപ്പിനെ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്ന ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തരുവോ അല്ലാഹ്, കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാഹ്. പടച്ചവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്ത് 70,000 ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് സ്നേഹം നടിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ടല്ലോ, അവരല്ലാരോട് പറയുകയാ, വാപ്പാടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ പാപം മുഴുവനും ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാനെ നരകത്തിലേക്ക് എറിഞ്ഞോ അല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് പറയുന്ന മക്കൾ വരുന്നത് മസ്സറയിലാ. ആരാര് സഹായിക്കാറില്ലാതെ ആ ചെമ്പിന്റെ തറയിൽ കിടന്ന് ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് ഞാനും നിങ്ങളും കരയുമ്പോ മക്കളെ, ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവരാരാണെന്നറിയോ? അവര് ഖുർആൻ പഠിച്ചവരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല, ഉംറ ചെയ്തവരല്ല. പിന്നെ ആരാണെന്നറിയോ? അവർക്ക് പേടിയില്ലടോ, അവർക്ക് സങ്കടമില്ലടോ, അവർക്കൊരു പേടിയും വേണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാ. അല്ലാഹുവാണ് പറഞ്ഞത്, അവര് പേടിക്കണ്ട. വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم. അല്ലാഹു പറയുന്ന പ്രതിഫലമാതറുപ്പക്കാരാ, ഇന്ന് നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയാൽ പടച്ചവനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ തറക്കല്ലിടുമ്പോ ഈ സ്ഥാപനത്തിന്റെ കൂടെ നിങ്ങളും കൂടിയാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്താൽ, നിങ്ങളെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ദുആ കൊണ്ട് നിങ്ങളും പിന്തുണയ്ക്കണം സഹോദരാ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ പടച്ചവനെ ഒന്നുമില്ലെങ്കിലും ദുആ ചെയ്യാമല്ലോ. പടച്ചവനെ ഈ പ്രസ്ഥാനമൊന്ന് നല്ല രീതിയിലൊന്ന് പരിഹസിക്കാറ്, ഇത് നല്ല രീതിയിലൊന്ന് ആയിത്തീരാറ്, ഒരു ദുആ കണ്ടെങ്കിലും നിങ്ങളെ കൂടെ നിന്നാ അല്ലാഹു നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസമുണ്ടല്ലോ, അത് മസ്സറയാടാ ചെറുപ്പക്കാരാ, അത് മസ്സറയാ പെങ്ങള്. ഒരാള് പോലും തിരിഞ്ഞു നോക്കാറില്ലാത്ത അള്ളാന്റെ മസ്സറയാ സഹോദരങ്ങള്. അവിടെ നീ പേടിക്കണ്ട സഹോദരാ, അവിടെ നിങ്ങൾ ഭയപ്പെടണ്ടടോ, അവിടെ നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആ ശർറായ ദിവസം, ഏറ്റവും ജനങ്ങൾ മുഴുവനും കരയുന്ന ദിവസം, പേടിച്ച് വിറച്ചു പോകുന്ന ദിവസം, ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവിച്ചാൽ വേദന പോലും അറിയില്ല പെങ്ങള്, അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ് മസ്സറ. കുഞ്ഞുങ്ങളുടെ മുടി പോലും പേടിച്ചിട്ട് നരച്ചു പോകുന്ന ദിവസമാണ് മസ്സറ. ആ പരലോകം നന്നാക്കണേ അല്ലാ, ആ പരലോകം നന്നാക്കണേ അല്ലാ. അല്ലാഹു ആ പരലോകം നന്നാക്കി
കബൂലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും അൽഹംദുലില്ലാഹ് ഈ നന്മയുടെ കൂടെ കൂടിയാൽ ഏറ്റവും ഷർറായ ദിവസം ഒരു പേടിയുമില്ലാതെ നാളെ മഹ്ശറയിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാച്ചി നോക്കണ്ട, 11 മണിയായെന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇവരുടെ കൂടെ കൂടിക്കോ. 11 മണിയായി. ഇൻഷാ അല്ലാഹ് തീർത്താറായില്ലേ? അപ്പം നിർത്തിക്കൂടെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഉറൂസിനെ നമ്മളെ കൂടെ വിളിച്ചേക്കണം കേട്ടോ സാർ. ഇൻഷാ അല്ലാഹ് ബാക്കി ഉറൂസിന് പറയാം. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം തരുമാറാകട്ടെ. നാളെ രാവിലെ എനിക്ക് ലക്ഷദ്വീപിൽ പോകണം. ഇന്ന് പോകേണ്ടതായിരുന്നു, പകരം ഒരാളെ വിട്ടിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കൊന്നും വേണ്ട, ഇവിടെ വരെ വന്നിട്ട് പോയാൽ മതി. അതാ മരിച്ചാലും പറയും മയ്യത്തൊന്ന് കയറ്റി വെച്ചിട്ട് പോകാൻ. അതങ്ങനെ മരിച്ചാലും പറയും വേണ്ടെന്ന് മയ്യത്ത് കയറ്റി വെച്ചിട്ട് പോകാൻ എന്ന് പറഞ്ഞ പോലെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അപ്പം നിങ്ങൾ കൂടിക്കോ, ഇവരുടെ കൂടെ നിങ്ങളും കൂടിക്കോ. സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സാ വാച കർമ്മണ എന്താണോ പറ്റുക അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥലമൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞു. പൈസ ഇനിയും കൊടുക്കാൻ കിടക്കാന്ന് പറഞ്ഞു. എല്ലാം അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നാടിൻ്റെ വെളിച്ചമായി മാറാൻ പോവുക. ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് അൽഹംദുലില്ലാഹ് മാറാൻ പോകുക. അങ്ങനെയുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ഉസ്താദിൻ്റെ മക്കൾ അൽഹംദുലില്ലാഹ് അവരുടെ മനസ്സിലുള്ളത്. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ മക്കളും അതേ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന പ്രതിഫലം നാളെ പരലോകത്തുകൂടെ പേടിയില്ലാതെ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്ന് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് രക്ഷപ്പെടാൻ ആകെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിഫലം ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നളറതൻ വസുറൂറ. എന്നെ കാണാനുള്ള അവസരം അള്ളാഹു തരും. പടച്ച റബ്ബിനെ കാണാനുള്ള ഒരു അവസരം അള്ളാഹു തരും. ഈ ലോകത്തിൻ്റെ മുഴുവനും അധിപനായ അള്ളാഹുവിനെ കൺകുളിർമയോടെ ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹിനെ കാണാടോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോകണം? അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോകണം? സ്വർഗത്തിൽ പോയാലേ അള്ളാഹിനെ കാണാൻ പറ്റും. പടച്ച റബ്ബിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി പടച്ചവനിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര? നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഉസ്താദേ, ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തമാണ്, മാസത്തിൽ ഒരു ഖത്തമാണ്. പടച്ചവനെ, നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ വെറുതെ പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഒരു പേജ് വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധത്തോടെ വേണം പാരായണം ചെയ്യാൻ. ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. നിബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന നമ്മുടെ വീടുകളുടെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരാ ഖുർആൻ ഓതുന്ന സമയത്ത് പടച്ചവനെ അർത്ഥം ചിന്തിക്കുന്നതാരാ? പാപ്പാ, നിനക്ക് അർത്ഥം അറിയില്ലെങ്കിലും ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് നിനക്കറിയുമല്ലോ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണെന്ന് നിനക്കറിയുമല്ലോ. അതൊന്നുമില്ലാതെ തൊടാൻ പാടില്ലല്ലോ.
അത് അതോടെ കൂടെ വേണം പാരായണം ചെയ്യാനും, അത് ഖിബലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാനും. അതിന്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാലും അവന്റെ 40 ദിവസത്തെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസുകൾ പറയുമ്പോ നീ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം പോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോവുകയാ. നമ്മൾ കേൾക്കുമ്പോ നിസാരമാക്കുകയാ, നമ്മൾ പാരായണം ചെയ്യുമ്പോ നിസാരമാക്കുകയാ. ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുന്നു ഖുർആനാ വാപ്പാ, പെങ്ങളെ ഖുർആനാ മോള്, വല്ലാതെ സൂക്ഷിക്കണം മോള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നീ വല്ലാതെ പേടിക്കണം, കളിക്കല്ലേ പെങ്ങള്. ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ള പെങ്ങള്, നീ അതിനെ കളിയാക്കല്ല്, നീ അതിനെ പരിഹസിക്കല്ല്, അതിനെ നീ നിസാരമാക്കല്ല്, കയ്യിൽ വെച്ചുകൊണ്ട് കഥ പറയല്ലേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നീ പരിഗണിക്കാതെ വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. നമ്മൾ പലരെയും കാണുമ്പോ ചോദിക്കാറുണ്ടല്ലോ, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? കള്ള് കുടിക്കുന്നില്ലേ, വ്യഭിചരിക്കുന്നില്ലേ, പലിശ തിന്നുന്നില്ലേ? സ്വന്തം മക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, കൊലപാതകങ്ങൾ നടത്തുന്നവരെ കാണാറുണ്ടല്ലോ. എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എത്ര വഅദ് കൽപ്പിച്ചു സഹോദരാ. കളിയാക്കുന്നടോ, പരിഹസിക്കുന്നടോ ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം ഞാനും നിങ്ങളും ഒന്ന് നോക്കടോ. ഈ ഉമ്മത്തിനെ പോലെ അഹങ്കാരം കാണിക്കുന്ന വേറെ ഏത് സമുദായമാ ലോകത്തുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസമാണ്. ഉസ്താദന്മാരെ കളിയാക്കുകയാ, ഉസ്താദന്മാരെ പരിഹസിക്കുകയാണ്, പള്ളിയിലെ ഇമാമുമാരെ പരിഹസിക്കുകയാണ്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികൾ തന്നെ ചാനലിനകത്ത് കയറിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുകയാണ്. ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഉസ്താദന്മാരെ ട്രോളുന്ന ചെറുപ്പക്കാരുടെ കാലമാ. ഇന്നത്തെ യുവതലമുറ വല്ലാത്തൊരവസ്ഥയിലാണോ. അവർക്ക് പരലോകത്തെ വിശ്വാസമില്ലടോ, അവർക്ക് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. കള്ളം കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, എല്ലാവരും കള്ളിനെ കുറിച്ച് പറയുന്നു, കഞ്ചാവുകളെ കുറിച്ച് പറയുന്നു, ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്നു. പള്ളികളും മദ്രസകളും പോലും പടച്ചവനെ ലഹരിക്കെതിരായ ഉപയോഗത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും അതിന്റെ പുറകിൽ നടക്കുമ്പോ അതിനേക്കാളും വലിയ ഒരു നാശം നീ ഉമ്മത്തിനെ തേടി വന്നിരിക്കുകയോ. അതിനേക്കാളും വലിയ ഒരു നാശം നമ്മുടെ വീടുകളിൽ കടന്നു വന്നടോ. നാശം ഏതെന്നറിയുമോ? നമ്മുടെ മക്കൾക്ക് ഇന്ന് പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. വിശ്വാസപരമായി നമ്മുടെ മക്കൾ ഒരുപാട് പിന്നോട്ടാ സഹോദരാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നിന്റെ മക്കൾക്ക് വിശ്വാസമുണ്ടോ? നരകത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? സ്വർഗത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? ഓരോ വാഴും കേട്ട് ഫർദയും ഹിജാബും പിടിച്ച് കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നാ മാത്രം പോരാ പെങ്ങള്. മക്കളെ കുറിച്ച് പഠിക്കണം സഹോദരിമാര്. ഞാൻ നിങ്ങളെ വെറുതെ കളിയാക്കിയതല്ല, ഞാൻ നിസാരമായി പറഞ്ഞതല്ല. ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന താടിയുള്ള തഴമ്പുള്ള ഹജ്ജ് ചെയ്താ നിസ്കരിക്കുന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മയോട് ചോദിക്കട്ടെ, ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, നിന്റെ മക്കളെ വിളിച്ചെടുത്തിരുത്തുകയാണ്. എന്നിട്ട് നീ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. മക്കളെ, സ്വർഗത്തെ കുറിച്ച് ഉമ്മ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, രോഗമില്ല, കഷ്ടപ്പാടില്ല. അവിടെ സന്തോഷമാ സഹോദരാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്,
കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഉറക്കമിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും +1നും +2നും പഠിക്കുന്ന മക്കള് വിളിച്ചിരുത്തിയിട്ട് ഉമ്മ നബി തങ്ങളുടെ ഹദീസ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തിൽ ശജറ, സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്, സ്വർഗ്ഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്. പ്രത്യേകതയുള്ള മരമൊന്നുമല്ലടോ, സാധാരണ ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് നബി തങ്ങൾ പറയുകയാണ്. ആ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് വാഹനപ്പുറത്തു സഞ്ചരിക്കുകയാ. രാത്രി വീട്ടിൽ പോയിട്ട് ഈ വയല് കേൾക്കാൻ വേണ ഈ മുസ്ലിമീങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയണം, മോനെ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ നടക്കുകയല്ല, വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 1 മാസമോ 1 കൊല്ലമോ 10 കൊല്ലമോ ഒന്നുമല്ല, 100 കൊല്ലം സഞ്ചരിച്ചു. 100 വർഷം ഒരു മനുഷ്യൻ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. ലാ യഖ്തഉഹ, അവനത് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിന റസൂലുള്ളാഹി വീട്ടിൽ ചെന്നിട്ട് മക്കളോട് പറയുകയാ, 100 കൊല്ലം വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഈ താടിയും തഴമ്പും നിസ്കാരമുള്ള നമ്മൾ വീട്ടിൽ പോയിട്ട് മക്കളോട് പറഞ്ഞ മക്കൾ ചോദിക്കും, എന്തൊരു തെള്ളലാ വാപ്പാ നിങ്ങൾ തെള്ളണേന്ന്. ഇതെന്താപ്പാ അല്ലേ, ഇതെന്ത് തെള്ളലാ നിങ്ങൾ, ഇത്രയ്ക്കൊക്കെ വേണം. അവൻ ജീവിതത്തിൽ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം ഈ റോഡ് സൈഡിൽ ഇരിക്കണ ആലുമരമാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കണ്ണ് തള്ളിയിട്ട് നോക്കണം, എന്നാ സിറാജ ഇതെന്ന് അല്ലേ. ബാലരമയിലെ കഥയാ. ഉമ്മ അടുക്കളയിൽ നാപ്പൂരിന്റെ ചൂട്, ഉമ്മക്ക് ചായ വേണം. ഉമ്മ ഇങ്ങനെ ചായ വെക്കും, പെട്ടെന്ന് മോളിങ്ങനെ കയ്യൊന്നു, ചൂടുമ്മ. മോളെ, ഇത് നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. ഈ തീ നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കണുണ്ട്. എന്താപ്പാ ഇത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ അവസ്ഥയാടോ ഇത്? അവർക്കിതിലൊന്നും വിശ്വാസമില്ലടോ, ഇതൊക്കെ ചുമ്മാതാന്നാ പറയണേ. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ കാലെന്ന് തട്ടി, അപ്പൊ അവന് കളിയാക്ക സ്വർഗത്തെ കുറിച്ച് അരച്ചൊക്കെ ട്രോളുന്ന കാലവാ. നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് അള്ളാഹു നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കി തരുമാറാകട്ടെ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്താ അല്ല ഇവൻ ഇങ്ങനെ ആയിപ്പോയെ, എന്തേ അല്ല പ്രായമായി മനുഷ്യൻ, മുടി നരച്ചു, ഉപ്പാന് രോഗങ്ങളായി, ഉപ്പാന്റെ കൂടപ്പുറപ്പ് വരെ കബറിൽ പോയി, കൂടെ പഠിച്ചവരൊക്കെ പോയി, എന്നിട്ട് ഉപ്പ എന്തിങ്ങനെ ആയിപ്പോയെ? അതിനൊരു കാരണമുണ്ടോ? ഖുർആൻ. നിങ്ങൾ കളിക്കരുത് ഖുർആനിനോട്. ഖുർആൻ കളിയാക്കേണ്ട സാധനമല്ല, അതിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുക്കണം. കേട്ടാ പോലും, ഓതുന്നതല്ല, ഓതുന്നത് കേൾക്കുന്നവൻ പോലും അതിനെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹ് പറയാ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ ഒരു കാലത്തും ഹിദായത്തിന്റെ വെളിച്ചം പിന്നെ കേറൂല, ഈമാനിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിൽ കേറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾ എത്ര വഴത് പറഞ്ഞാലും എന്തെല്ലാം പറയും, എന്റെ പൊന്നുസ്താദ്, നിങ്ങൾ വഴത് പറഞ്ഞ് നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റണല്ലാതെ നിങ്ങൾ മാറില്ല. എന്തേ കാരണം? ഉമ്മ, നീ കരഞ്ഞാലും നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഖുർആൻ തന്നെ പറയാ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ചെവി അടച്ചു വെച്ചു കഴിഞ്ഞു. നിന്റെ മക്കളുടെ ചെവി അല്ലാഹു അടച്ചു, ഹൃദയം അല്ലാഹു അടച്ചു, സീരി വെച്ചു. പിന്നെ എങ്ങനെ കേറാനാ? അല്ലാഹു പറയാ, ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ചെവി അടച്ചു, ഹൃദയം സീല് വെച്ചു, പിന്നെ എങ്ങനെ നന്നാകാൻ?
അള്ളാഹു എഴുതി തള്ളിക്കളയും സഹോദരങ്ങളെ. ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഖുർആനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആനെ നമ്മൾ വെട്ടുകടിക്കുമ്പോൾ അതിന്റെ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിക്കണം. ഞാൻ ഈ അടുത്ത് ഉംറയ്ക്ക് പോയി, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാൻ ഉംറയ്ക്ക് പോയി. ഞാൻ തായിഫിൽ പോയി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ സിയാറത്ത്. അപ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പണ്ഡിതനാണ്, ഖുർആൻ പണ്ഡിതനാ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാൻ 12 കൊല്ലം എടുത്തു എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. എത്ര കൊല്ലം എടുത്തു? ഖുർആനിലെ ഒരു സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ. ഞാൻ നോക്കുമ്പോൾ ഒരു തമിഴ്നാട്ടുകാരൻ ഇങ്ങനെ ഉംറയ്ക്ക് കൊണ്ടുവന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരു സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ 12 കൊല്ലം എടുത്തു. ഞാൻ ജീവിതത്തിൽ മൊത്തവും പഠിച്ചത് 12 കൊല്ലം. അല്ലെ ചോദിക്കേ? ഇന്നത്തെ ഉസ്താദ് നമ്മളൊക്കെ 7 വർഷം 8 വർഷമൊക്കെ അല്ലേ? 8 വർഷം നമ്മളൊക്കെ, ഞാൻ ഹിഫ്ള് ഉൾപ്പെടെ പഠിച്ചത് 12 കൊല്ലം. ഉമർ തങ്ങൾ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാനെടുത്ത കാലമാണ് ഞാൻ മൊത്തവും പഠിക്കാനെടുത്ത്. എൻ്റെ ഇൽമ അത്രേ ഉള്ളൂ. അള്ളാഹു മരിക്കോളം ഇൽമ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ അത്രത്തോളം ഖുർആനിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ കേട്ടാൽ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ മാറ്റം വരും. ഇവിടെ അത്രയ്ക്ക് ലഹരിയാണോ ഖുർആൻ. അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും രാവിലെ മുഴുവനും പറയും, മുഹമ്മദ് ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, എവിടെങ്കിലും നിന്ന് ഓതുന്നത് കേട്ടാൽ ചെവി കൈവച്ചുകൊണ്ട് പോകണം. എന്നാൽ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ നബിതങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നബിതങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്. ഇങ്ങനെ നബിയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ അബൂജഹലും ഉത്തുബത്തൊക്കെ പരസ്പരം കണ്ടു. എന്താടാ ഇവിടെ വന്നത്? അളിയ, മുഹമ്മദ് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ നല്ല രസമാണ്, കേൾക്കാൻ വന്നതാ. എടാ നീ എന്തിനാ വന്നേ? ഞാനും കേൾക്കാൻ വന്നതാടാ. എടാ, നമ്മളല്ലേ രാവിലെ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്ന്, എന്നിട്ട് നമ്മൾ തന്നെ വന്ന് ഇത് കേട്ടാലോ? തീരുമാനം എടുക്ക്, നാളെ മുതൽ വരില്ല എന്ന്. ഓക്കെ. പിറ്റേ ദിവസം രാത്രിയായപ്പോൾ രണ്ടുപേരും വന്നു. പിറ്റേ ദിവസം രാത്രി അതാ ഖുർആൻ. അത് കേൾക്കും തോറും വല്ലാത്ത ഹരമാണോ, വല്ലാത്തൊരു അനുഭൂതിയാ ഖുർആൻ. അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഏത് വൃത്തികെട്ടവനെയും നന്നാക്കണോ ഖുർആൻ. എത്ര വലിയ തരം താഴ്ന്ന ജീവിതം നയിക്കുന്നവനെയും ഖുർആൻ നന്നാക്കിയില്ലേ? എന്തേ കാക്ക നമ്മൾ നന്നാകാത്തെ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നന്നായത് ഒറ്റ 4 ആയത്ത് കേട്ടപ്പോഴല്ലേ. 4 ആയത്ത്. ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരാൾ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോൾ ഉമറിന്റെ അയൽവാസി പറഞ്ഞത്, എൻ്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്നാലോചിക്ക്. എടാ, എൻ്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, ഉമർ മുസ്ലിമായി എന്ന് ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകാൻ ഇല്ല. ആ ഉമറാണ് സൂറത്തു ത്വാഹയുടെ 4 ആയത്തുകളാണോ ആ ഹൃദയത്തെ മാറ്റിക്കളഞ്ഞ്. ആ 4 ആയത്തുകൾ ഉമ്മമാര് പറയും കരയുന്ന മക്കളോട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ശൈത്താൻ വരും നമ്മൾ പറയത്തില്ലേ, നിന്നെ പിടിച്ച് പ്രേതത്തിനോട് കൂടാന്ന് പറയുന്ന പോലെ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞ അപ്പ കരച്ചിൽ നിർത്തൂടോ? കരയുന്ന കുഞ്ഞുങ്ങൾ പോലും, ഉറങ്ങാത്ത കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. ആ ഉമർ നന്നായത് ഖുർആൻ കേട്ടിട്ടാ. എന്തേ നമുക്ക് നന്നാകാൻ പറ്റാത്തെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്ര ആയത്തുകൾ കേൾക്കുന്ന മോനെ, എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? പഠിക്കണം, ഖുർആൻ പഠിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ പേരെ നന്നാക്കിയല്ലോ. ഒരിക്കലും നന്നാകില്ല എന്ന് എഴുതി തള്ളിയ മനുഷ്യനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമറാണ് നബി തങ്ങളെ വെട്ടിക്കൊല്ലാൻ ഉരിപ്പിടിച്ച വാളുമായി കടന്നു പോകുമ്പോ ഒരാൾ പറഞ്ഞു, ഉമറെ, മുഹമ്മദിനെ കൊല്ലുന്നത് വരട്ടെ, ആദ്യം പോയിട്ട് സ്വന്തം വീട് നന്നാക്കടാ, നിന്റെ പെങ്ങള് മുസ്ലിമായിരിക്കുകയാണ്. ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഖുർആൻ പാരായണം ചെയ്യുകയാ. അവിടുന്ന് സൂറത്ത് ത്വാഹ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകത്ത് കയറി ചെന്ന് തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എടുത്ത് തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, രക്തത്തിൽ കുളിച്ചിരുന്ന് കരയുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമർ തങ്ങൾ പതറിയടോ. സഹോദരിയാണല്ലോ, ഒരൽപ്പ നിമിഷത്തേക്ക് അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയടോ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇവിടേക്ക് വരുമ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എനിക്കും ആ പാട്ടൊന്ന് പാടിത്തരുമോ? അവിടെ നിന്ന് പറഞ്ഞു, പാട്ടല്ല ഉമറേ, അത് അല്ലാഹുവിന്റെ കലാമാ. പോയി
ശുദ്ധിയായിട്ട് വാ. ഉമർ പോയി ശുദ്ധിയായിട്ട് തിരിച്ചു കയറി വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയങ്ങ് പാരായണം ചെയ്തു. ചെറുപ്പക്കാരാ, കാട്ടാളനായ ഉമറിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഉമർ വരുന്നെന്ന് കേട്ടപ്പോ സഹാബത്ത് പതറിയടോ. സഹാബാക്കളിൽ പലരും പതറിപ്പോയടോ. കാരണം ഉമറാണ് വരുന്നത്, ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. പേടിച്ച് വിറച്ചു പോയടോ. എന്നാൽ ആ ഉമറിനെ അതാ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തടഞ്ഞു നിർത്തുകയാണ്. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തടയുന്നത് ഹംസയാടോ. തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നബി തങ്ങളുടെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാകാം. അല്ല, നബി തങ്ങളെ എന്തെങ്കിലും ചെയ്താ വന്നതാണോ? നീ ജീവനോടെ പോകില്ലടാ ഉമർ. ആ ഈമാനുള്ള ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക് കേട്ടിട്ട് അതാ ധീരനായ ഉമർ പേടിച്ചു പോയടോ. അതാടോ ഈമാൻ, അതാടോ ഈമാൻ. അവസാനം നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി ഉമർ മടങ്ങിപ്പോയത് വഅദ് കേട്ടിട്ടല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടാ. പെങ്ങള്, എവിടെ വഅദുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കാൻ പോകുന്നത് പെങ്ങന്മാരാണല്ലോ. ഏതും മജ്‌ലിസിലും കടന്നു പോകുന്നല്ലോ. എടാ ചെറുപ്പക്കാരാ, എന്തേ മോനെ നന്നാകാത്തത്? എത്രയോ മോശമായ ജീവിതം നയിച്ച എത്രയോ ചെറുപ്പക്കാര് നന്നായില്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടോ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണടാ ചെറുപ്പക്കാരോ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈല്. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി പെണ്ണുങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നവനാണ്. അതിനുവേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവനാണ് ഫുളൈല്. ഒരു ദിവസം പടച്ചവനെ കൂട്ടുകാരൊരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഫുളൈല്, ഏത് പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ. എങ്കിലും ഞാനൊരു പെണ്ണിനെ കാണിച്ചു തരാം. ഞങ്ങൾ കാണിച്ചു തരുന്ന പെണ്ണിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും പരാജയപ്പെട്ടു. നിനക്ക് പറ്റുമെങ്കിൽ നീ അവളെയൊന്ന് പരാജയപ്പെടുത്തു. എങ്കിലും ഞങ്ങൾ ധീരനാണെന്ന് സമ്മതിക്കാ. പടച്ചവനെ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ആ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. എന്തെല്ലാം ചെയ്തിട്ടും ആ പെണ്ണ് പെടന്ന് വഴിപ്പെടുന്നില്ല. അവസാനം പടച്ചവനെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ പരാജയപ്പെടുത്തണമല്ലോ. ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ പോകുമ്പോ ആ പെണ്ണ് കിടന്ന് കരയുകയാണ്. ആ പെണ്ണ് കിടന്ന് എന്നെ ചെയ്യല്ലേ, എന്നെ ഒന്നും ഉപദ്രവിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്തിട്ട് കാട്ടാളനായ ഫുളൈലിന് മാറ്റം വരുന്നില്ല. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് നിലവിളിച്ചു കൊണ്ടിരുന്ന പെണ്ണ്, തട്ടിത്തറപ്പിച്ചു കൊണ്ടിരുന്ന പെണ്ണ് ഒരല്പനേരത്തേക്ക് കയ്യും കാലും അനക്കുന്നില്ല. ആ പെണ്ണങ്ങ് നിശബ്ദമാവുകയാണ്. ആ പെണ്ണങ്ങ് നിശബ്ദമാവുകയാണ്. ഫുളൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണിങ്ങനെ കരയുകയാ. ഫുളൈല് ചോദിച്ചു, പെണ്ണെ സമ്മതിച്ചതാണോ? നീ എനിക്ക് കീഴ്പ്പെട്ട് തന്നതാണോ? ആ സമയത്ത് പറഞ്ഞു, അല്ല ഫുളൈലേ, അതാ അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതിനോട് പൊട്ടിക്കരന്നുകൊണ്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹ് ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ?
ചോദിക്കുന്നത് നീ കേട്ടില്ലേ? എത്ര സന്തോഷത്തോടെ നടന്നടാ, എത്ര ആസ്വദിച്ചടാ ഫുളൈല്, എത്ര വ്യഭിചരിച്ചടാ ഫുളൈല്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുളൈല്? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കാട്ടാളനായ ചെറുപ്പക്കാർ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുളൈല് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി പോവുകയാ. ഫുളൈൽ ഇബ്നു ഇയാദ് പിന്നെ ആരായി മാറിയെന്നറിയുമോ? ലോകമറിയുന്ന പണ്ഡിതനായി മാറിയെന്ന ചരിത്രം പറയുമ്പോ ഇതാടു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിന്റെ ഓരോ ആയത്തുകളും മനുഷ്യന്റെ ഹൃദയത്തിൽ തറയ്ക്കാനുള്ളതാ. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ആ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോ നീ അതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കണേ. അത് അള്ളാന്റെ കലാമാണെന്നുള്ള ബോധം വേണ്. നീ അതിനെ ബഹുമാനിക്കണ് പെങ്ങളെ, ഖുർആനിനെ ബഹുമാനിക്കു പെങ്ങള്. എത്രയോ മഹതിമാരുടെ ചരിത്രം പഠിച്ചവളാ. പഠിച്ചവനെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുപ്പ്. ജീവിതത്തിൽ വല്ലാത്ത സന്തോഷമാ പെങ്ങള്, സമാധാനമാ പെങ്ങള്. പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് ഖുർആനുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. പഠിച്ചവനെ നമ്മൾ അങ്ങനെയാകണമടോ. ഖുർആനുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടാക്കി എടുക്കുന്നവരാകണമടോ. പഠിച്ചവനെ ഖുർആന് നമ്മൾ സ്നേഹിക്കണം സഹോദരാ. എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും നമ്മളത് മറന്നു പോകില്ല. പഠിച്ചവനെ ഇന്നലെ കുന്നംകുളത്ത് ഭാഗത്ത് പഠിച്ചവനെ അഷ്റഫ് ഹാജി എന്ന് പറയുന്ന ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇന്നലെ ഉമ്മയുടെ ആണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു. സാധാരണ സമ്പന്നന്മാരെന്ന് പറഞ്ഞാ നമുക്കൊരു ചിന്തയുണ്ടോ. ആ മനുഷ്യൻ തന്റെ മകളുടെ വിവാഹം, തന്റെ മകന്റെ വിവാഹത്തിന് 250 പവൻ സ്വർണം കൊടുത്തിട്ടാ പെൺകുട്ടികളെ കെട്ടിച്ചത്. എന്നോട് ഇന്നലെ വിളിച്ചു, ഉസ്താദേ ഉമ്മയുടെ ആണ്ടാണ്, ദുആ ചെയ്യാൻ വരണം. എനിക്കൊരു പരിചയമില്ല. പടച്ചവനെ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ എന്നെ കൊണ്ടുപോകുന്ന സഹോദരൻ പള്ളിയുടെ ഖബർസ്ഥാനിലൊന്ന് നിർത്തി, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ മതിലിന്റെ പുറത്തു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബർ. സഹോദരാ, കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിയടോ. ആ സഹോദരന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരു ഖബർ കാണിച്ചു. ഇതിനകത്താണ് ഉപ്പ കിടക്കുന്നത്, ഉമ്മ കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്തേ ഇങ്ങനെ പന്തല് കെട്ടിക്കിട്ടിരിക്കുന്നത്, സീറ്റ് കെട്ടിക്കെട്ടി ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്? ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മ മരിച്ചിട്ട് 3-ാമത്തെ ആണ്ടാ. ഇന്ന് വരെ ഒരു ദിവസം പോലും ഖുർആൻ ഓതിയത് മുടക്കിയിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് 5 വഖത്ത് നിസ്കാരത്തിലും 3 വഖത്ത് നിസ്കാരത്തിൻ സമയത്ത് ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് അതാ 3 കൊല്ലമായിട്ട് മുടങ്ങാതെ ഖുർആൻ ഓതുകയാ. പടച്ചവനെ, എന്തൊരു അത്ഭുതമെന്നറിയുമോ? ശൈഖ്സാദ് പള്ളിയിൽ ചെല്ലുമ്പോ നമ്മൾ കാണാറുണ്ട് അവിടെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത്. 3 കൊല്ലമായിട്ട് പടച്ചവനെ ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ പടച്ചവനെ പന്തല് കെട്ടിയിട്ട് ഖുർആൻ പാരായണം നടക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞത്, റബ്ബേ, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികൾ എത്ര ഭാഗ്യവാന്മാരാടോ. ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാടോ. ചിലർക്ക് ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി ഒരു ഫാത്തിഹ പോലും ഓതാൻ സമയമില്ലാത്ത മക്കളുടെ കാലത്താ പണം വരുമ്പോ, അധികാരം വരുമ്പോ, സ്ഥാനമാനങ്ങൾ വരുമ്പോ മക്കളെ മറന്നു പോകുന്നവര് പഠിക്കേണ്ട ചരിത്രമാണോ? നിങ്ങളുടെ പരിസരമല്ലേ ആർക്ക് വേണമെങ്കിലും പടച്ചവനെ, കോക്കൂരെന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണല്ലോ, ആർക്ക് വേണമെങ്കിലും പോയി കാണാമടോ. ഞാൻ പറഞ്ഞത് ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. ജീവിതത്തിൽ മാറ്റം വരണേ പെങ്ങളെ. സിനിമയും സീരിയലും ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. സീരിയലിന്റെ നടിമാരെ മുഴുവനും കളയൂ, സിനിമാ താരങ്ങൾ
നിങ്ങൾ മുഴുവനും കളയൂ.